നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ മാസം സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് അത് യാദൃശ്ചികമല്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി തന്നെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളെ മനസ്സുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ വിഷമതകൾക്ക് അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾക്ക് തീർച്ചയായും ഒരു മാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ്. ഈ സമയം അല്ലെങ്കിൽ ഈ ഒരു കാലം നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാഗ്യം തുറക്കുവാനുള്ള ചില അവസരങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ തൊടുകുറിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന ധനപരമായ മാറ്റങ്ങൾ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടും വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്നത് 2 സൂര്യകാന്തി പൂക്കളാണ്. ഈ 2 പൂക്കളിൽ ഒരു പൂവ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, ഏവരും ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ചിന്തിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള കഷ്ടതകൾ ഒഴിയണം എന്ന പ്രാർത്ഥനയോടെ തന്നെ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഏത് ചിത്രമാണോ നിങ്ങൾക്ക് ഒരു ആകർഷണം തോന്നിയത്, അല്ലെങ്കിൽ ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം, ആ ദേവതയുടെ നാമം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോടെ ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഏവരും ഒരു നിമിഷം ഇപ്രകാരം വന്ദിച്ചുകൊണ്ട് തന്നെ കേൾക്കുവാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തുടർന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പുഷ്പമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഈ സമയം നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ കുടുംബ ദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതായി കാണുവാനായി സാധിക്കുന്നു. കുടുംബ ദേവതയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന് തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അത് ധനവുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതുമാണ്. ധനവുമായി ബന്ധപ്പെട്ട് പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായ ഒരു ധന നേട്ടമോ ധനപരമായ സഹായമോ നിങ്ങൾക്ക് സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം.
ചിലവുകൾ അല്പമൊന്ന് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് തുടർന്നും അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങളുടെ ചെലവിന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുമായി ബന്ധപ്പെട്ട അനുഗ്രഹത്താൽ നിങ്ങൾക്കത് മറികടക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ആ ദേവതയുടെ അനുഗ്രഹം തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നു എന്ന് വരാം. അത് നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ നേട്ടങ്ങൾ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. വളരെയധികം പ്രയാസങ്ങൾ പല കാര്യങ്ങളിലും അനുഭവിച്ചു പോരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ഇതെല്ലാം തരണം ചെയ്യുവാനുള്ള ബുദ്ധിയും ശക്തിയും എല്ലാം നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും അത് പല സമയങ്ങളിലും പ്രയോഗിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് വളരെയധികം ചിന്തകൾ ഈ സമയം നിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ചില വിഷമതകൾക്ക് പ്രയാസങ്ങൾ അല്ലെങ്കിൽ അത്തരം വിഷമതകളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങളിൽ വിജയം നേടുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മാനസികപരമായ ശക്തി ഈ സമയം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം പ്രയാസങ്ങൾ നേരിടുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പല വിധത്തിലുമുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അവയെല്ലാം തരണം ചെയ്ത് നിഷ്പ്രയാസം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഒരുങ്ങുന്നു എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിഷ്പ്രയാസം അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും നേതൃത്വ സ്ഥാനത്തേക്ക് പോലും നിങ്ങൾക്ക് നടന്നെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനുള്ള അവസരങ്ങളായിരിക്കാം ജീവിതത്തിലേക്ക് വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വ്യക്തികളും നിങ്ങളെ പല വിധത്തിലും ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഇവർ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പോലും പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ശത്രുക്കൾ കൂടി വരുന്ന സാഹചര്യം, പലരുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷമതകൾ നിങ്ങൾക്കുണ്ട് എന്നതാണ് വാസ്തവം. ശത്രുക്കൾ കൂടുതലായും സംഭവിക്കുന്ന സാഹചര്യമുണ്ട്. അവരെയെല്ലാം തിരിച്ചറിയുകയോ അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലാവസ്ഥ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഈ സമയം ഏതൊരു കാര്യവും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായ കാര്യം, ഈശ്വരാധീനം എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കടന്നു വന്നിരിക്കുന്ന സമയമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി, കുടുംബ ദേവത, അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർക്കുന്ന മറ്റൊരു കാര്യം, അത് തീർച്ചയായും കടബാധ്യതകൾ തന്നെയാണ്, അല്ലെങ്കിൽ ധനവുമായി ബന്ധപ്പെട്ട ആശങ്കകളാണ്.
അത് തീർച്ചയായും എപ്രകാരം മറികടക്കുവാൻ, തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ആശയക്കുഴപ്പം ഇപ്പോഴും നിങ്ങൾക്കുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കടം വീട്ടുവാനുള്ള അല്ലെങ്കിൽ ധനപരമായ പ്രയാസങ്ങൾ മറികടക്കുവാനുള്ള ഒരു വഴിയോ സാവകാശമോ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ധനപരമായ നഷ്ടം, അത്തരം ചില കാര്യങ്ങളും ഒരു സാധ്യത തന്നെയാണ്. കാരണം ചിന്തിച്ചുള്ള പ്രവർത്തനങ്ങളില്ല എങ്കിൽ ഈ സമയം ധനപരമായ നഷ്ടങ്ങളോ ചില തീരുമാനങ്ങളാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെയും കുടുംബ ദേവതയെയും നിങ്ങൾ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ സമയം നിങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങളുമുണ്ട്. അത് തരണം ചെയ്യുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്നത് വാസ്തവം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഒന്നാമത്തെ ചിത്രം ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നു. അതായത് ഈ മാസം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ശുഭപ്രതീക്ഷയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നേറേണ്ടത് അനിവാര്യമാണ്. അവസരങ്ങളാണ് കൃത്യമായി വിനിയോഗിക്കേണ്ടത്. അത് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. രണ്ടാമത്തെ പുഷ്പം തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ജീവിതത്തിൽ തീർച്ചയായും പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമല്ല സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്രകാരം ചില വിഷമകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ധനം പോലും കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും കൈകളിലേക്ക് വന്ന് ചേരാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. വന്ന് ചേരണം എന്ന് പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അനിവാര്യമാണ്, അതിപ്പോൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ സമയം ചില തർക്കങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മാനസികമായി തകർച്ചയോ അല്ലെങ്കിൽ വിഷമതകൾ വർദ്ധിക്കുന്നതിനോ കാരണമായി തീരാം. അതിനാൽ ഇത്തരം തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ചില ആഗ്രഹങ്ങൾ നടക്കുവാനും അതിനായുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തുവാനും സാധിക്കും എന്നതാണ് വാസ്തവം. പരിശ്രമങ്ങളിലൂടെ പല കാര്യങ്ങളും അനുകൂലമാകുന്ന സാഹചര്യങ്ങളുണ്ട്. പല കാര്യങ്ങളിലും യാത്രകൾ അനിവാര്യമായി തീരാവുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് വാസ്തവം. യാത്രകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നടത്തേണ്ടതായ സാഹചര്യമുണ്ട്. ഈ യാത്രകളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് തടസ്സമുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ടു തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും മുന്നോട്ട് പോകുവാനും സാധിച്ചു എന്ന് വരാം. സന്താന ക്ലേശങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. സന്താന ക്ലേശങ്ങളുമായി ബന്ധപ്പെട്ട് സാധ്യത വളരെ
കൂടുതൽ തന്നെയാണ്. അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷമതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭാഗ്യം വർദ്ധിക്കുവാനുള്ള ചില അവസരങ്ങൾ സിദ്ധിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യം പ്രതിഫലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും പലവിധ അവസരങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. നീക്കങ്ങൾ ബുദ്ധിപരമായി നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നതും വാസ്തവം തന്നെയാണ്. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പല പ്രവൃത്തികളും അനുകൂലമാക്കുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ബുദ്ധിപരമായി തന്നെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ ധനപരമായ നേട്ടങ്ങൾക്കുള്ള ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ സ്വീകാര്യത, ബഹുമാനം ഇവ വർദ്ധിപ്പിക്കുകയോ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം മറ്റുള്ളവർക്ക് വളരെയധികം പ്രാധാന്യം നൽകുവാനും, അതായത് അർഹതയുള്ളവർക്ക് പ്രാധാന്യം നൽകുവാനും ബഹുമാനം നൽകുവാനും നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല യാത്രകളും അനുകൂലമാവുകയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ വന്ന് ചേരാം എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മനക്ലേശങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഈ മനക്ലേശങ്ങൾ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും മോചനം ലഭിക്കാവുന്ന സാഹചര്യമുണ്ട്. ജീവിതത്തിൽ പല വിഷമതകളും അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിലൊരു ആശ്വാസം ലഭിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനുള്ള ചില കാര്യങ്ങൾ സിദ്ധിക്കാവുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും അനുകൂലമാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈശ്വരാധീനം നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ജീവിതത്തിൽ സഹായകരമാകുന്ന പല കാര്യങ്ങളും അനുഭവഭേദ്യമാകുന്ന സമയമാണ്. പല കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കാവുന്ന സമയമാണ്. ഈ സമയം സൽക്കർമ്മങ്ങൾ, അതായത് ശരിയായ രീതിയിലുള്ള കർമ്മങ്ങൾ, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില സഹായങ്ങൾ അല്ലെങ്കിൽ അർഹതപ്പെട്ടതായ സഹായങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതും നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ എന്നൊരവസ്ഥയുണ്ട്. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. അതിൽ ചിലതെങ്കിലും പരിഹരിച്ച് ഈ സമയം മുന്നോട്ട് പോകുവാനും ചില കാര്യങ്ങളെ ഫലപ്രദമായി തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കഴിവുകൾ കൃത്യമായി പ്രകടിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അംഗീകാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സമയമാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉയർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം രൂപപ്പെടുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ചിന്തകൾ അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള ചിന്തകളോടെ മുന്നോട്ട് പോകണം. കുടുംബ ദേവതയെയും നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടദേവതയെയും ഈ സമയം ആരാധിക്കേണ്ടതാണ്. ഇരു ദേവതകളുടെയും അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങളുടെ പ്രാർത്ഥനകൾ ചിലത് സഫലമാകുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടുന്നു എന്ന് കാണുന്നു. തീർച്ചയായും ആ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം പ്രധാനമായും നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, തർക്കങ്ങൾക്കുള്ള ചില സാധ്യതകളുണ്ട് എന്നതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകണം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില അവസരങ്ങൾക്കുള്ള സാഹചര്യം നിങ്ങൾക്കൊരുങ്ങാം. അത് കൃത്യതയോടെ നിങ്ങളുടെ ജീവിതത്തിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക.